അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കളാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള കാര്യം സമരസമിതിയുടെ നിലപാടിനോടൊപ്പമായിരുന്നു താങ്കൾ. പക്ഷേ ഇന്ന് സമസ്ത നിലപാട് വ്യക്തമാക്കുകയാണ്. അത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടാണോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ തർക്കമുണ്ടെങ്കിൽ പോലും ഉമർ ഫൈസി മുക്കവും അതുപോലെ തന്നെ അബ്ദുൾ സമദ് പൂക്കോട്ടൂരും ഒരേ കാര്യമാണ് പറയുന്നത്, വഖഫ് ഭൂമി ആണ് എന്ന്. അപ്പോൾ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മതസംഘടനകളെ കൂടി ഇക്കാര്യത്തിൽ കേൾക്കുമല്ലോ. അപ്പോൾ അവരുടെ നിലപാട് ഇതാണെങ്കിൽ എങ്ങനെയാണ് ഈ മുനമ്പം നിവാസികൾക്ക് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ കഴിയുന്നത്? അതിനുള്ളൊരു തടസ്സമായി സമസ്തയെ പോലുള്ള സംഘടനകളുടെ നിലപാട് മാറുകയല്ലേ? അല്ല, ഇത് സമസ്ത നിലപാട് പറഞ്ഞിട്ടില്ല, സംശയമൊന്നുമില്ല. സമസ്തയുടെ നിലപാടൊന്നും ഇവിടെ വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം, ഇത് ഒരു നിയമപ്രശ്നമാണ്, നിയമപരമായ ഒരു പ്രശ്നമാണ്. ആ നിയമപരമായ പ്രശ്നത്തെ ആ നിയമപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. ആ അഭിപ്രായം ഇതിനു മുമ്പും പല അഭിഭാഷകരും ഇതിന്റെ ലീഗൽ ഒപ്പീനിയനായി പറഞ്ഞിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 97 ഗവൺമെന്റ് ഇൻവോക്ക് ചെയ്തൊരു പവർ ഉണ്ട്. കേൾക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കാം. പറഞ്ഞോളൂ. അപ്പൊ സെക്ഷൻ 97 ഗവൺമെന്റ് ഒരു പവർ ഇൻവോക്ക് ചെയ്തു 2010. അതിന് മുമ്പായിട്ട് കമ്മീഷന്റെ റിപ്പോർട്ടും വന്നു. ഈ സെക്ഷൻ 97 പവർ ഇൻവോക്ക് ചെയ്യാൻ ഇപ്പോഴും ഗവൺമെന്റിന് അധികാരമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവാലുവേഷൻ നടത്തേണ്ടത് ലീഗലിയാണ്. അല്ലാതെ നമ്മളിപ്പോ നമ്മൾ ഒന്നിച്ചു കൂട്ടിയിരുന്ന് 10 പേര് ഇരുന്നതിന് ശേഷം 10 പേരിൽ 6 പേരുടെ ഭൂരിപക്ഷ അഭിപ്രായം ഒന്നും അല്ല ഇത്. ഒരു ലീഗൽ ഇവാലുവേഷനാണ് നടത്തേണ്ടത്. ആ ലീഗൽ ഇവാലുവേഷൻ ഗവൺമെന്റ് നടത്തിയിട്ട് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിലൂടെ ഇവരെ ശാശ്വതമായി അവിടെ തന്നെ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയും. അത് ചെയ്യാനാണ് മതസംഘടനകളുടെ മീറ്റിംഗിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നിലപാടും ഒക്കെ അവർ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിയമപരമായ കാര്യമാണ്. എന്റെ മുമ്പിലുള്ള ഫയലുകളുടെ അടിസ്ഥാനത്തിൽ, എന്റെ മുമ്പിലുള്ള വഖഫ് ഡീഡിന്റെ അടിസ്ഥാനത്തിൽ, പിന്നീട് വന്ന ജഡ്ജ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഉണ്ട്. അതിനൊക്കെ ജഡ്ജ്മെന്റൊക്കെ ഇന്റർപ്രിട്ടേഷനൊക്കെ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഡോക്ട്രിൻ ഓഫ് മെർജർ ഒക്കെ അതിനകത്ത് നോക്കണം. കാരണം ഒരു കീഴ്ക്കോടതിയുടെ വിധിയുടെ മേൽ ഹൈക്കോടതി വിധി വന്നാൽ അതിന്റെ മെർജറിനെ നോക്കണം. ആ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഇത് സെയിൽ നടത്തുന്ന സമയത്ത് അതിനകത്ത് വഖഫ് അസറ്റ് രജിസ്റ്ററിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു എന്നതൊരു ഫാക്ട് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം ബേസ് ചെയ്തുകൊണ്ട് സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്യാൻ ലീഗലി കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. അത് എന്റെ ഒപ്പീനിയൻ ആണ്. അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും പറയാണ്, എന്റെ ഒപ്പീനിയൻ നിങ്ങൾ എടുക്കണമെന്നല്ല ഞാൻ ഗവൺമെന്റിനോട് പറയുന്നത്. ഗവൺമെന്റ് ലീഗലി അതിനെക്കുറിച്ച് പഠനം നടത്തിക്കോട്ടെ, അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഇതിനകത്തൊരു വേ ഔട്ട് ഉണ്ട്. എന്നാലും ഇത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശം ഉന്നയിച്ചുകൊണ്ട് ഇനിയും ഭാവിയിലും വരുവാനുള്ള സാധ്യതയുണ്ടല്ലോ. മഞ്ജുഷ, ഇത് അവകാശത്തിന്റെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇതൊരു ലീഗൽ ഇഷ്യൂ സെറ്റിൽ ചെയ്യണം. അല്ലാതെ അതൊരു ഒരു കൺസെൻസസും അനുവാദവും അതൊന്നും അല്ല എന്റെ ക്വസ്റ്റ്യൻ. ആ ലീഗൽ ആണെങ്കിൽ അത് എവിടെ പരിഹരിക്കപ്പെടുമെന്നാണ്? കോടതിയിൽ അങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്നാണ്. ഗവൺമെന്റിന് ചെയ്യാം. സെക്ഷൻ 97 നിങ്ങൾ വായിച്ചു നോക്കൂ. അല്ല, 97 ആ സെക്ഷനിൽ തന്നെ അതിനകത്ത് അവസാനം പറയുന്നുണ്ട്, താങ്കൾ പറയുന്ന ഗവൺമെന്റിന് ഒരു തീരുമാനമെടുത്ത് വഖഫ് ബോർഡിനെ അറിയിക്കാം എന്നുള്ളതാണല്ലോ അല്ലേ? ഡയറക്ഷൻ the board must comply with the directions issued by the state government എന്നാണ്. പക്ഷെ അതിലും വ്യവസ്ഥയുണ്ടല്ലോ. അതിൽ പറയുന്നത്, however the state government cannot issue directions that go against any waqf board. വഖഫ് ഡീഡിനെതിരായിട്ട് പോകരുത് ഗവൺമെന്റിന്റെ ആ ഡയറക്ഷൻ എന്നാണ്. അല്ല, ഈ വഖഫ് ഡീഡ് പ്രകാരം ഇത് വഖഫ് ആധാരമാണെന്നാണല്ലോ മതസംഘടനകളൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തികളുടെ അഭിപ്രായങ്ങളോ മതസംഘടന അഭിപ്രായങ്ങൾക്കോ നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കോ ഒക്കെ അപ്പുറത്ത് ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, സർക്കാരിന്റെ നിലപാട് അത് തന്നെയാണല്ലോ മുഹമ്മദ് ഷാ? വഖഫ് മന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളത്? വഖഫ് മന്ത്രി ഇതിനകം വഖഫ് ഭൂമിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിലപാട് പോകുന്നത് പൊളിറ്റിക്കൽ മുദ്രാവാക്യം വിളിക്കാനല്ല. ഇതൊരു ലീഗലായ ഒരു കാര്യത്തെ ഇവാലുവേറ്റ് ചെയ്യാനാ. അതിന് നിലപാട് പറയലും മുദ്രാവാക്യം വിളിക്കലൊന്നുമല്ല അതിന്റെ. ഞാൻ നിലവിലെ സർക്കാരിന്റെ നിലപാടാണ്. താങ്കൾ സർക്കാർ ഇതിന് നിലപാട് എടുക്കുമെന്ന് പറയുന്നു. സർക്കാരല്ല നിലപാട് എടുക്കേണ്ടത്, പിന്നെ ആരാണ്? അത് ലീഗൽ ഒപ്പീനിയൻ എടുക്കണം. അതിനെ ലീഗലി അത് ഇവാലുവേറ്റ് ചെയ്യണം. അല്ലാതെ സർക്കാരിൽ ഒരു മന്ത്രി പറയുന്നൊന്നും അല്ല കാര്യം, അല്ല ഒരു വ്യക്തി പറയുന്നല്ല കാര്യം. ലീഗൽ ഇവാലുവേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണിത്. ആ പ്രോസസ്സിനെ നിങ്ങൾ വെറുതെ നിലപാടുകളാക്കി മാറ്റിയ ഭൂരിപക്ഷം ഇത്രയും നാളായിട്ടും അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു ലീഗൽ എടുക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞു. അതിനല്ലേ 22-ാം തീയതി അവർ കൂടുന്നത്. അത് അവർ കൂടട്ടെ, അവർ തീരുമാനിക്കട്ടെ. ആ തീരുമാനിക്കുന്നതിന് വേണ്ടി ഡിലേ ഉണ്ടാകാൻ പാടില്ലെന്നാണ് നമ്മുടെ സ്റ്റാൻഡ്.
ശരി താങ്കൾ ആദ്യം മുതൽ ഈ നിലപാട് സ്വീകരിച്ചയാളാണ്. മുസ്ലിം ലീഗിന്റെ നിലപാടായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്, താങ്കളുടെ ഒരു ലീഗൽ നിലപാട്. അതെ, ഞാൻ പഠിച്ച ഈ ഫയൽ പഠിച്ചതിന് ശേഷമുള്ള എന്റെ ലീഗലായ ഒപ്പീനിയനാണത്. ആ ഒപ്പീനിയനിൽ ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അത് ഗവൺമെന്റ് എന്റെ ഒപ്പീനിയൻ ഒന്നും എടുക്കണ്ട, ഇനി വേറൊരാളുടെ ഒപ്പീനിയൻ എടുക്കണ്ട. ഗവൺമെന്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഗവൺമെന്റിന് തീരുമാനിച്ചാൽ പോലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും.